കപ്പക്കാടായിരുന്നു മൊത്തം. നിങ്ങൾ കണ്ട കാടൊക്കെ തേക്കുന്നോട്ടല്ലേ? ആ തേക്കുന്നോട്ടുള്ള സ്ഥലം മൊത്തം കപ്പയായിരുന്നു. ആലപ്പുഴ മുതലാളിമാരുടെ കൈവശമായിരുന്നു കംപ്ലീറ്റ്. അത് പിന്നെ നമ്മുടെ സർക്കാർ ഭൂമിയാണ്. അവർ കപ്പ പറിക്കുന്നതോടുകൂടി വന്ന് തേക്ക് വെച്ചു. ഈ തേക്ക് മുറിയാണ് ഇവിടെ ജോലി ഉണ്ടായിരുന്നത്, ഗവൺമെൻറ് നേരിട്ട്. ഇപ്പോൾ അവരുടെ സുമാർ കണക്കാണ് 75,000 കോടി രൂപ തേക്കുണ്ട്. 300 സ്ക്വയർ കിലോമീറ്റർ തേക്ക് മാത്രം. അതെ, 2000 പറഞ്ഞ വാർത്ത. എന്നിട്ട് നിങ്ങൾ കസ്റ്റമറൊക്കെ നോക്കുന്നുണ്ടോ? കേട്ടോ, അവിടെ മോളിൽ വായിച്ചോ? ഇല്ല, കാണൂല, അകത്താണെന്ന് മാത്രമേ. എവിടെ ആയാലും വേൾഡിൽ നമ്പർ വേണം. അത് ഇത് നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. എഴുത്തിലും കാര്യങ്ങളിലൊക്കെ നമ്പർ 1 ആണ്. പക്ഷേ ഇവിടെ ഈ അടുത്ത അങ്ങനെയല്ല. ഇത് മെഷർമെന്റ് എടുത്തത് 94 ഈ മരത്തിന്റെ വില 6 കോടിയാണ്. അന്ന് ഇതിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ മരത്തിന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ആ മരത്തിന് കണ്ടുപിടിക്കണ്ടല്ലോ ആൾക്കാർ. സാറ് പറഞ്ഞ മരം ഇത് നാച്ചുറൽ ട്രീക്കാണ്. അതെ, ഇനി അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കും അവാർഡ് കൊടുക്കില്ലേ, അതിന് നല്ല നടന്മാരുണ്ടാവും. പക്ഷെ കൊടുക്കല് അത് തന്നെ സംഭവിക്കും. പിന്നെ കടുവയുടെ കാര്യം ചോദിച്ചില്ലേ? കടുവ ജീവിക്കുന്ന സ്ഥലം എത്ര അറിയോ? 16 മുതൽ 20 സ്ക്വയർ കിലോമീറ്റർ, 35-40 കിലോമീറ്റർ ചുറ്റളവിൻ്റെ അകത്ത് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. മെയിൽ ഫീമെയിൽ ഒക്കെ തനിച്ചാൽ ജീവിക്കുള്ളൂ. അവരെ കടുവയുടെ വെളിയിൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ ഈ നാറോളൊക്കെ 5 എണ്ണത്തിന് അടുത്തടുത്തടുത്ത് അത് അങ്ങനെ കാണും. അവിടെ കാണും ഇടിമല കാണും, നെഞ്ചിപ്പൂര് കാണും. അവിടുത്തെ സ്ഥലം അങ്ങനെയാണ്. അവർക്ക് അങ്ങനെ എവിടേക്ക് അവർ വാച്ച് ചെയ്യാതെങ്കിലും റോഡ് പാസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2-3 കാണുന്നതന്നെ ബ്രീഡിങ് ടൈമാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഇവിടെ കണ്ടല്ലോ 4 ഒറ്റ സ്ഥലത്ത് 4 ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. അതൊക്കെ സംസാരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾ കണ്ട കാട്ടുപോത്ത് കണ്ടോ? ഒരു മെയിലിൻ്റെ വെയിറ്റ് എത്ര ആയിരുന്നു? 1.25 ടൺ. അത്രയും വലിയ പോത്തിന് കടുവ അടിച്ചു വീഴ്ത്തില്ല അങ്ങോട്ടുണ്ട്. ഒരു 50 മീറ്റർ ദൂരത്തിൽ 2 വെടിവെച്ച വീഴാത്ത പോത്തിന് ഒറ്റ അടി വീഴ്ത്തും. ഒരു അടിയിലെ പവർ 160 കിലോ. അടിയും കടിയും അവൻ്റെ ചാട്ടം എല്ലാം കൂടി ചേർത്ത് പോത്തിന് മറിക്കും. മറിഞ്ഞില്ലെങ്കിൽ കടുവനെ കൊല്ലത്. ആനേനെ കൊല്ലാനുള്ള പവറുണ്ട് കാട്ടുപോത്തിന്. ഫ്രഷ് ബ്ലഡ് മാത്രമേ കുടിക്കുള്ളൂ. മാംസം 1-2 ആഴ്ച കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. കടുവ ലോകത്തിൽ വ്യത്യാസപ്പെട്ട ജീവിയാണ്. നമ്മുടെ കണ്ണിന് മുമ്പിൽ പറക്കണ പ്രാണി വരെ ഉണ്ട്. കടുവ ലോകത്തിൽ വ്യത്യാസപ്പെട്ടത്. ആ മാംസം അഴുകി പോകുമ്പോൾ നക്കിയ തിന്നുള്ളവൻ കഴിക്കുന്നു. അത് കഴിയാണ്ട് വേറൊരു ജീവിനെ നമുക്ക് കൊല്ലില്ല. കടുവ അത്രയും മെഡിസിനായ സാധനം കഴിക്കുക. ഒരു കടുവയുടെ വില 1 കോടിയാണ്. 3700 മേലെ ഇന്ത്യയിൽ കടുവ ഉണ്ടായിരുന്ന 1706 കടുവയിൽ കുറഞ്ഞു. നമ്മുടെ ആൾക്കാർ മുഴുവൻ വേട്ടയാടി തീർത്തു. ഇപ്പം 2200 വീണ്ടും. അത്രയും സംരക്ഷണമാണ് കടുവയ്ക്ക്. ഇപ്പം കണ്ടോ, മനുഷ്യർക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് സീറ്റില്ല ഇവിടെ. കോഴിക്കോളം പറയാം. പിന്നെ നമ്മുടെ കേരളത്തിൽ ആകെയുള്ള പ്രശ്നക്കായ സ്ഥലം വയനാടാണ്. വയനാട് എന്താ? കടുവയ്ക്ക് ആഹാരമില്ല. അതാ കടുവ വെളിയിലേക്ക് വരുന്നത്. അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. പറ്റാതാകുമ്പോഴും വരും. പിന്നെ അവരുടെ മരണം ഭയങ്കര ദുരിതം. അടിച്ച് വീഴ്ത്താൻ പറ്റാണ്ട് ആകുന്ന ലംബിക്കാൻ പശുവാണ് ചത്തു. അല്ലെങ്കിൽ മറ്റുള്ളവർ പിടിച്ചിട്ട സ്ഥലത്തേക്ക് പോകും. അവരെ അടിച്ചു കൊല്ലും. എത്ര വയസ്സ്? അതിൻ്റെ വയസ്സ് എത്ര എന്നറിയില്ല. പ്രസവ ടൈം 16 ആഴ്ചയാണ്. 16 ആഴ്ച. അതെ. ഇത് പറമ്പക്കുളത്ത് 2 പേരുണ്ട്, അറിയില്ല. യൂട്യൂബിലൊക്കെ നോക്കിയാണ് കണ്ടിട്ടുണ്ടാവും. ടൈഗർ റിസർവ് മാത്രമല്ല, പറമ്പക്കുളം എലിഫന്റ് വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടിയാണ്.
ഇവിടെ കടുവ, പുള്ളിപ്പുലി, കരടി, വൈൽഡ് ഡോഗ്, ഈ ആന, ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ മറ്റേ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൂടുതൽ കാട്ടുപോത്തില്ല. നമ്മുടെ ഇന്ത്യയിലെ എല്ലാവരും ഈ കാട്ടി എല്ലാവരും കാട്ട് പശുവാണ്. കാട്ടി